In this video, we are discussing about Charpit's method. അപ്പോൾ ഇത് പറയുന്നത് Charpit's method is one part of partial differential equation. Partial differential equations സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് Charpit's method. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ പറയാം. Here we discuss a general method for finding a complete integral or complete solution of a non-linear PDE of first order of the form f of x y z p q equal to 0. ഒരു non-linear PDE of first order സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത് ചാർപിറ്റ്സ് മെത്തേഡ്. non-linear PDEയുടെ ഫോം എന്തായിരിക്കും f of x y z p q equal to 0. അപ്പോൾ this method is called Charpit's method. അപ്പോൾ the basic idea in this method is the introduction of another PDE of first order of the form g of x y z p q equal to 0 and then solve equations 1 and 2 for p and q and substituting dz is equal to p of x y z a dx plus q of x y z a dy e എന്ന് പറയും. അപ്പോൾ അതായത് ഇവിടെ ഒരു നോൺ ലീനിയർ പി ഡി സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിന് പറയുന്ന പേരാണ് ചാർപിറ്റ്സ് മെത്തേഡ്. അത് സോൾവ് ചെയ്യാൻ വേറെ ഒരു മെത്തേഡ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു പി ഡി എടുക്കും. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് അനദർ പി ഡി ഓഫ് ഫസ്റ്റ് ഓർഡർ ഓഫ് ദ ഫോം ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ 0. എന്നിട്ട് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് പിന്നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ചാർപിറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നൗ അപ്പം അതായത് ഒരു നോൺ ലീനിയർ പി ഡി ആയ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ ടു 0 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഫസ്റ്റ് ഓർഡർ പി ഡി എടുക്കുന്നു. അതിനുശേഷം ഈ രണ്ട് ഇക്വേഷൻസും ആൻഡ് ദെൻ സോൾവ് ഇക്വേഷൻസ് 1 and 2 സോൾവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡി സെഡ് ഈക്വൽ ടു പി ഓഫ് പി ഡി എക്സ് പ്ലസ് ക്യു ഡി വൈ എന്ന് പറയുന്ന ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യും. നൗ ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 3 അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഈ കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് കംപ്ലീറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് എന്ത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ സെഡ് പി ക്യു ഈക്വൽ 0 ഇതാണല്ലോ സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നിൻ്റെ സഹായം തേടുന്നു, അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. നമുക്കൊരു അപ്പം എന്നിട്ടത് സോൾവ് ചെയ്യാൻ നമുക്കൊരു ചാർപിറ്റ്സിൻ്റെ ഒരു ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിച്ചിരിക്കണം. ചാർപിറ്റ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: ഡി എക്സ് ബൈ എഫ് പി ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യു ഈക്വൽ ടു ഡി സെഡ് ബൈ പി ഇൻറ്റു എഫ് പി പ്ലസ് ക്യു ഇൻറ്റു എഫ് ക്യു ഈസ് ഈക്വൽ ടു ഡി പി ബൈ നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇൻറ്റു എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എല്ലാം ഈക്വൽ ആണ്. ഈസ് ഈക്വൽ ടു ഇവിടെയാണ് എഴുതേണ്ടത്, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് എഴുതിയത്. ഈസ് ഈക്വൽ ടു ഡി ക്യു ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് വൈ പ്ലസ് 9 അല്ല അത് ക്യൂ ആണ് കേട്ടോ, സോറി, പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. ഈ എഫ് പി എഫ് ക്യു എഫ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു പിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് എഫ് പി അങ്ങനെ എഫ് ക്യു എന്ന് പറയുന്നത്. നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ പറയാം, കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. ഇനി എഴുതി നോക്കാം. ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർഡ് പി സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ക്യൂ സ്ക്വയർഡ്, ഇത് വൈ ആണ്, വൈ സ്ക്വയർഡ് ക്യൂ സ്ക്വയർഡ് മൈനസ് 4 ഈക്വൽ ടു 0. ഒന്നുകൂടി വായിക്കാം. എക്സ് സ്ക്വയർഡ് പി സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ക്യൂ സ്ക്വയർഡ് മൈനസ് 4 ഈക്വൽ ടു 0 യൂസിങ് ചാർപിറ്റ്സ് മെത്തേഡ്. ചാർപിറ്റ്സ് മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചാർപിറ്റ്സ് മെത്തേഡിൻ്റെ ഇക്വേഷൻസ് ആദ്യം എഴുതുക. എന്താണ് എഴുതേണ്ടത്? ഡി എക്സ് ബൈ എഫ് പി ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ എഫ് ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ പി ഇൻറ്റു എഫ് പി പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ക്യൂ ഈക്വൽ ടു ഡി പി ബൈ നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഇൻറ്റു എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഇവിടെയാണ് എഴുതേണ്ടത്. ഞാൻ പറഞ്ഞു അതിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതിയതാണ്. ഈസ് ഈക്വൽ ടു എവരിത്തിങ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡ് ബൈ നെഗറ്റീവ് ഓഫ് എഫ് വൈ പ്ലസ് ക്യൂ ഇൻറ്റു എഫ് ഓഫ് സെറ്റ്. അതിനെ ഫസ്റ്റ് 1 എന്ന് കൊടുക്കാം. പിന്നെ തന്നിരിക്കുന്ന ഇക്വേഷന് എഫ് എന്ന് നിങ്ങൾ പേര് കൊടുക്കുക. ഇക്വേഷന് എഫ് എന്ന് പേര് കൊടുത്താൽ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പി സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ക്യൂ സ്ക്വയർഡ് മൈനസ് 4 ഈക്വൽ ടു 0. അതിന് 2 എന്ന് കൊടുക്കുക. എന്നിട്ട് യൂസിങ് ചാർപിറ്റ്സ് ഇക്വേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ്റെ എഫ് പി എന്ന് പറയുമ്പോഴേ വിത്ത് റെസ്പെക്ട് ടു പിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? 2 ഇവിടെ വരുമ്പോൾ എക്സ് സ്ക്വയർഡ് ഇൻറ്റു പിയിൽ വിത്ത് റെസ്പെക്ട് ടു പിയിൽ ചെയ്യുമ്പോൾ 2p അല്ലേ, അതാണ് ഇവിടെ 2x സ്ക്വയർഡ് പി അല്ലെ. എഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു ക്യൂവിലാണ്, അപ്പോൾ ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഇതുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. ഇതെന്ത് വരും? വൈ സ്ക്വയർഡ് ഇൻറ്റു 2q, അതാണ് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയിട്ട് എല്ലാം നമ്മൾ ചാർപിറ്റ്സ് ഇക്വേഷൻസ് വെച്ചിട്ട് എഴുതാം. എഫ് വൈ എഫ് സെഡ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ. എന്നിട്ട് ഇവിടെ നോക്കിക്കോളൂ, ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഇവിടെ ഇത് സോൾവ് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേത് അണ്ടർസ്റ്റുഡ് ആണ്, അതിവിടെ പറയുന്നില്ല. വേറെ ഒന്ന് എടുക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ആദ്യം ചാർപിറ്റ്സ് ഇക്വേഷൻസ് എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചാർപിറ്റ്സ് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എഴുതിയതിന് ശേഷം ഇതിൽ എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഇവിടെ ഇത് രണ്ടും എടുത്ത് നോക്ക്. ഫസ്റ്റും ഫോർത്തും കൊടുക്കുക. ഡി എക്സ്
ആൻഡ് ബൈ ദിസ് ആൻഡ് ഫോർത്ത്. അപ്പോൾ ഡി എക്സ് ബൈ 2x²p ഈക്വൽ ടു ഡി പി ബൈ മൈനസ് 2x²p എടുത്താൽ എല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി പി ബൈ മൈനസ് പി ആണ്. അത് വേരിയബിൾ സെപ്പറബിൾ ആണ്. രണ്ട് സ്ഥലത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് പി പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇത് അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് പി ഈസ് ഈക്വൽ ടു സി എന്ന് പറയും. ലോഗ് എ പ്ലസ് ലോഗ് ബി നിങ്ങൾക്കറിയാം ലോഗ് എ ബി ആണ്. അപ്പോൾ ലോഗ് എക്സ് പി ഈക്വൽ ടു സി എന്ന് വരും. അപ്പോൾ എക്സ് പി ഈക്വൽ ടു ഇ റൈസ് ടു സി എന്ന് വരും. അതിന് നിങ്ങളൊരു പേര് കൊടുക്കുക C1. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സെക്കൻഡും പിന്നെ പറയുന്നത് എന്താ എടുക്കുന്നത്, സെക്കൻഡും ഫിഫ്ത്തും കൊടുക്കാം. ഇവിടെ സെക്കൻഡും ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ സെക്കൻഡും ഫിഫ്ത്ത് എടുക്കുമ്പോൾ ഡി വൈ ബൈ ഇതും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഡി വൈ ബൈ വൈ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ മൈനസ് ക്യൂ എന്ന് വരിക. അപ്പോൾ രണ്ട് സ്ഥലത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് വേരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് ആണല്ലോ. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂ ഈക്വൽ ടു C2 എന്നാണ് കിട്ടുക. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പി ഈക്വൽ ടു സി എന്നാണ് കിട്ടിയത്. ഫസ്റ്റ് ഇക്വേഷൻ പി കിട്ടി C1 ബൈ എക്സ്. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻസ് ക്യൂ കിട്ടി എന്താണ് C2 ബൈ വൈ എന്ന് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡി സെറ്റ് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി സെറ്റ് ഇസ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറയുന്ന ഫോർമാറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡി സെറ്റ് ഇസ് ഈക്വൽ ടു C1 ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് C2 ബൈ വൈ ഇൻറ്റു ഡി വൈ. എന്നിട്ട് രണ്ട് സ്ഥലത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് ഇസ് ഈക്വൽ ടു C1 ലോഗ് എക്സ് പ്ലസ് C2 ലോഗ് വൈ ഈസ് ഈക്വൽ പ്ലസ് C3 ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വേറൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഇതാണ് ചാർപിറ്റ്സ് മെത്തേഡ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ചാർപിറ്റ്സിൻ്റെ ഇക്വേഷൻസ് എഴുതുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തിയറിയിൽ പറയുന്നതിൽ ആദ്യം ഇത് ചാർപിറ്റ്സ് ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതുക. അത് വെച്ചിട്ട് ഇവിടെ എല്ലാം കൊണ്ട് കണ്ടുപിടിക്കുക എന്താണ് എഫ് പി എഫ് ക്യൂ എന്നെല്ലാം കണ്ടുപിടിച്ച് അത് എഴുതുക. അതിനുശേഷം നമ്മൾ ഡി എക്സും ഇത് നമ്മളെടുത്തിട്ട് കാര്യമില്ല, കാരണം ഇത് ഡി എക്സ് ഡി വൈ ഡി സെറ്റ് അല്ലേ. അപ്പം ദിസ് എടുക്കാം, പിന്നെ അതേപോലെ ഡി വൈ ഇതെടുക്കാം, അല്ലെങ്കിൽ ഡി സെറ്റ് ഇതെടുക്കാം. അങ്ങനെ രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് പിയും ക്യൂവും കിട്ടും. അത് ചെയ്തൊക്കെ ഞാൻ നോട്ട് ഇടാം. പിയും ക്യൂവും കിട്ടും. ആ കിട്ടുന്ന പിയും ക്യൂവും എന്തെങ്കിലും കൊണ്ട് കൊടുക്കുക ഡി സെറ്റ്. അതാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പി എന്താണ് ക്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി സെറ്റ് ഈക്വൽ ടു പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അപ്പോൾ ഇത് രണ്ടും കിട്ടി. അത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. അതാണ് ആൻസർ. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ ഓഫ്, കംപ്ലീറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നാണ് അർത്ഥം, ഓഫ് പി സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് ഓഫ് വൈ ഈക്വൽ ടു ക്യൂ സെറ്റ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതി ചാർപിറ്റ്സ് ഇക്വേഷൻ നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതാണ് ചാർപിറ്റ്സ് മെത്തേഡ്.